കൊല്ലം ജില്ലയുടെ കിഴക്ക് പ്രദേശമായ ആര്യങ്കാവ് എന്ന പ്രദേശത്തിനോട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽസ് മേഖലയാണ്. ഈ പ്രദേശം ഒരു എസ്റ്റേറ്റ് വനമേഖലയും കൂടിയാണ്. തേയില, ഗ്രാമ്പു, റബ്ബർ, ഏലക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ആണ് ഇവിടുത്തെ ഈ എസ്റ്റേറ്റിലെ കൃഷി. നല്ല ഐസ് വാട്ടർ പോലത്തെ വെള്ളമാണ് ഈ പാറയിടുക്കുകളിലൂടെ ഒഴുകിയെത്തുന്നത്. പൊതുവെ കാലാവസ്ഥയും മഴയും തണുപ്പും കൂടി ആയതുകൊണ്ട് നോർമലി ഇത്തരം വനമേഖലയിൽ ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടാവാറുണ്ട്. എന്നാൽ കാലാവസ്ഥയും അന്തരീക്ഷവും തണുപ്പും കൂടി ആയതുകൊണ്ട് വല്ലാത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലും തണുപ്പിന് യാതൊരു കുറവുമില്ല. ഇത് കണ്ടോ, രാക്ഷസ ഭീമൻ പാറകളാണ് ഈ ഇരിക്കുന്നത്. ഇതെങ്ങാനും ഉരുണ്ടാ തീർന്നു. ഒരെണ്ണത്തിന് ഒരു 10 ടൺ വെയിറ്റെങ്കിലും വരും. 10 ഒന്നുമല്ല, ഈ രാക്ഷസ ഭീമൻ പാറകൾക്ക് ഒരു 50 ടൺ വെയിറ്റെങ്കിലും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്ത് ബാലൻസിലാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. നമുക്കിതിൻ്റെ അടുത്തുകൂടി ഈ കിടക്കാൻ തന്നെ അല്പം ഭയമുണ്ട്. കാരണം എൻ്റെ നിപ്പ അങ്ങനത്തെ നിപ്പ. വെയിറ്റ്, ഇതിൻ്റെ ഈ പാറകളുടെയൊക്കെ വെയിറ്റ് ഏകദേശം നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു 90% താഴേക്കും പോയിട്ടുള്ളൊരു 10% മാത്രമേ ഉള്ളൂ മുകളിലേക്ക് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണുമ്പോഴേ നമുക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം അത്രത്തോളം ചെരിഞ്ഞ ഈ സാധനം നിൽക്കുന്നത്. ഓരോന്നും ഈ ഭീമൻ പാറ ഒരു 50 ടണ്ണല്ല, അതിൽ കൂടുതലുണ്ട്, 100 ടണ്ണെങ്കിലും കാണും. ഇതൊക്കെ എങ്ങനെയാണ് ഈ ചെറിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എല്ലാം പ്രകൃതിയുടെ ഒരു വിളയാട്ടമാണ്. അമ്പനാട് ഹിൽസിലെ അതിമനോഹര കാഴ്ചകളാണ് ദീപം FIS ചാനലിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി കാണുന്ന പ്രേക്ഷകരോട് ഒരു കാര്യം കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ്. ദയവായി ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിർബന്ധമായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. നിങ്ങൾ ഇത്തരം പരിപാടികൾ അല്ലെ വീഡിയോയിലൂടെ കണ്ട് ഇത് ലൈക്ക് ചെയ്യാതെ കടന്നു പോകുന്നതിലൂടെ എന്തുമാത്രം നഷ്ടം ഞങ്ങൾക്കുണ്ടെന്നറിയാവൂ. ഈ ഇത്തരം പരിപാടികൾ ചെയ്യുന്ന, പ്രോഗ്രാം ചെയ്യുന്ന ചാനലുകാർക്ക്. ഇത് ആ പെരുവരൽ കൊണ്ട്, നിങ്ങളാ കാണുന്ന പെരുവരൽ കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ചാനലുകൾ മാറ്റി പോകുന്നത്. ആ കൂടെ ഇത്തരം പരിപാടികൾ കാണുമ്പോൾ നിങ്ങൾ കുറച്ചാണെങ്കിലും കാണുന്നിടത്തോളം നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കതുകൊണ്ട് വലിയൊരു ആശ്വാസവും ഞങ്ങളിപ്പെടുന്ന കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും, ഗുണമുണ്ട്. ഇതൊന്നുമല്ല നിങ്ങൾ വെറുതെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, സത്യത്തിൽ അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വിഷമമുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ആ പെരുവരലുകൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടാകുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതില്ല. നമ്മളിതുപോലെ ഇത്തരം ചാനലുകൾ, ഞാൻ മാത്രമല്ല കേട്ടോ, ഇത്തരം പരിപാടികളൊക്കെ ഓരോ സ്ഥലത്തും പോയി കഷ്ടപ്പെട്ട് പ്രോഗ്രാം ചെയ്ത് അത് പ്രോഗ്രാമായിട്ട് കാണിക്കുമ്പോഴത്തേക്ക്, ഒരു വീഡിയോയിലൂടെ കാണിക്കുമ്പോഴത്തേക്ക് കാണുന്ന പ്രേക്ഷകർ കണ്ടിട്ടും നിങ്ങൾ കടന്നു പോകുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നു എന്നതിൻ്റെ പേരിലാണ് നിങ്ങളത് മൈൻഡ് ചെയ്യാതെ കടന്നു പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ രസമുണ്ട്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവുമില്ല. യാതൊരു തരത്തിലും നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചാനലിലെ പരിപാടികൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ, എൻ്റെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ നിർബന്ധമായും സമയം കിട്ടുന്ന സമയങ്ങളിൽ എൻ്റെ ചാനൽ പരിപാടികൾ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെൻ്റെ അപേക്ഷയാണ്, ആത്മാർത്ഥമായ അപേക്ഷയാണ്. ഈ പരിപാടി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുകയാണ്, എൻ്റെ ഈ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.